ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചുക്ക് കാപ്പിയാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കരിപ്പട്ടി, കുരുമുളക്, കുറച്ച് ജീരകം സാധാ ജീരകമാണ്, പിന്നെ ചുക്ക്, തുളസിയില. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ചതച്ചിടണം. മിക്സിയിലിട്ടൊന്ന് അടിക്കരുത്. നമ്മൾ ഈ ഇടികല്ലിലിട്ട് ചതച്ചെടുക്കുക. നല്ലതുപോലെ ചതക്കുക. തുളസിയിലയും നല്ലൊരു ജസ്റ്റ് ഒന്ന് നീരിറങ്ങാൻ വേണ്ടിയുള്ള രീതിയിൽ മാത്രം ചതയ്ക്കുക. നമ്മൾ പേസ്റ്റ് കണക്ക് ആവുകയും ചെയ്യലും എന്നാൽ ചതഞ്ഞിരിക്കുകയും വേണം. ആ രീതിയിൽ രണ്ട് കൺസെപ്റ്റ് ചെയ്ത് എടുക്കണം. ഇത് നമ്മൾ ഗ്യാസിൽ വെള്ളം വയ്ക്കുക. ഇവിടെ 2 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത്. ആ 2 ഗ്ലാസ് വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ഇതിപ്പം നല്ല വരുന്നുണ്ട്, നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം ഈ ഇടികല്ലിൽ നമ്മളിട്ട് ഇടിച്ചത് ഇടാം. ഈ കൺസെപ്റ്റിലായിരിക്കണം, അല്ലാതെ നമ്മൾ കൊഴുകള അല്ലെങ്കിൽ നല്ല ഇതായിപ്പോയാൽ കൊള്ളത്തില്ല. നമ്മളിതെടുത്ത് നമുക്ക് ആ വെള്ളത്തിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കുക. ഈ ചുക്കിൻ്റെയും തുളസിയിലയുടെ നീരും കുരുമുളകിൻ്റെ ഇതെല്ലാം കൂടെ ആ വെള്ളത്തിലേക്ക് നല്ലതുപോലെ കുക്കായിട്ട് ഇടിക്കണം. നല്ല കൺസെപ്റ്റിൽ നമ്മളിത് നല്ലപോലെ വെട്ടിത്തിളയ്ക്കണം. നമുക്കത് ഈ ചുക്ക് കാപ്പി കുടിച്ചിടാം. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിളച്ച് ഇതാക്കി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഈ ചൂടിൻ്റെ കാലാവസ്ഥയിലും രാത്രി ഒന്ന് ചുക്ക് കാപ്പി ഇട്ട് കുടിക്കുന്നതാണ് നല്ലതാണ്. തൊണ്ടയ്ക്കും നല്ലതാശ്വാസം, ശരീരത്തിനൊക്കെ നല്ലതാണ്. ഇത് കരിപ്പട്ടിയാണ് കേട്ടോ. ശർക്കര ഒരു കാരണവശാലും എടുക്കും. കരിപ്പട്ടിയാണ് നല്ലത്. കരിപ്പട്ടിയാകുമ്പോൾ നമുക്ക് ബ്ലഡ് ഉണ്ടാകാനും ഒക്കെ നല്ലതാണ്. അതൊന്ന് തിളച്ചൊന്ന് നല്ലപോലെ ആയതിന് ശേഷം ഈ കരിപ്പട്ടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചതച്ച കരിപ്പട്ടി നിങ്ങൾക്കാണെങ്കിൽ ചതയ്ക്കാം, അതിന് ചീവി എടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് അത് ഈ കാപ്പിയിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. മധുരത്തിന് നമുക്ക് എത്ര മധുരം വേണം. ഇപ്പോൾ കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം, നല്ല മധുരം വേണമെങ്കിൽ നല്ല മധുരത്തിന് മാറ്റി കൊടുക്കുക. ഇതും കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം, നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ഏകദേശം ഇതിപ്പം തിളയ്ക്കാറായിട്ടുണ്ട്. നല്ല മണമാണ് തിളയ്ക്കുമ്പോഴത്തേക്കും. തിളയ്ക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചിട്ടേക്കും. അപ്പം ആവിയും വെള്ളവും കൂടിയൊക്കെ ഇറങ്ങി നമുക്കത്, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഒരു അരപ്പയിൽ അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് കുടിക്കാം. എല്ലാവരും വീഡിയോയും ട്രൈ ചെയ്ത് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായത് ടാറ്റാ ബൈ ബൈ, സീ യു.